2011 ദിവസം 60 രൂപ അഥവാ മാസത്തിൽ 25 ദിവസത്തെ പണിക്ക് പോയാൽ 1500 രൂപ കിട്ടിയാൽ പോലും ഒരാൾ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തു പോകുമായിരുന്നു. കേരളത്തിൽ മാസം തോറും ക്ഷേമ പെൻഷൻ 1600 രൂപയുണ്ട്. ആ ക്ഷേമ പെൻഷൻ കിട്ടുന്ന വ്യക്തി പോലും ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. 1500 രൂപ കൊണ്ട് ഇന്ന് എന്തു സാധിക്കുമെന്ന് ചോദിച്ചാൽ അരിയും പഞ്ചസാരയും നമുക്ക് റേഷൻ കടയിൽ നിന്നും കിട്ടുന്നത് മതി എന്ന് കരുതാം. തുവരപ്പരിപ്പ് വാങ്ങാൻ ചെന്നാലോ രൂപ 180 കൊടുക്കണം. ഉഴുന്നിനുമുണ്ട് അത്ര തന്നെ വില. വെളിച്ചെണ്ണയുടെ കാര്യം പറയുകയും വേണ്ട, വില 425 കടന്നിരിക്കുന്നു. ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി പോയിട്ടും 100 ഗ്രാം തികച്ചു വാങ്ങാൻ കെൽപ്പില്ലാത്തവരാണ് ഏറെയും. ഒരു യാഥാർത്ഥ്യ ബോധവും ഇല്ലാതെ വരച്ച ദാരിദ്ര്യരേഖയാണ് മേനി പറയാൻ ഉപയോഗിക്കുന്നത്. ആദ്യം ഇന്ത്യയിൽ എത്ര ദരിദ്രരുണ്ട് എന്ന ശരി വിവരം ശേഖരിക്കണം. അങ്ങനെ ശേഖരിക്കണമെങ്കിൽ സെൻസസ് നടത്തണം. അതിനുശേഷം ഒരാൾക്ക് കഴിഞ്ഞുകൂടാൻ എത്ര രൂപ വേണമെന്ന് തിട്ടപ്പെടുത്തണം. ഇതൊന്നും ചെയ്യാതെ രാജ്യത്തുണ്ടാക്കി വച്ചിരിക്കുന്ന കണക്കുകളെല്ലാം അബദ്ധ പഞ്ചാംഗങ്ങളാണ്.